നീ കരയുകയാണോ? എന്നോടെങ്കിലും സത്യം പറയടി. ശ്രുതി, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മായ അല്ല, മഹതി. മഹതി എന്നെ 8 മാസമായിട്ട് എന്റെ ഭർത്താവ് സെക്ഷലി ടോർച്ചർ ചെയ്യുമ്പോ ചുറ്റുക കൊണ്ട് ഞാൻ അടിച്ചു. അത്രയുള്ളൂ. മായ അങ്ങനെ പറയില്ലേ, പേടിയാകുക. മായ അന്ന് തന്നെ ആക്സിഡന്റിൽ മരിച്ചുപോയി. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതും നിന്റെ അടുത്ത് സംസാരിക്കുന്നതും ചെറുപ്പം മുതലേ ഞാൻ ആഗ്രഹിച്ചതൊക്കെ തന്ന മഹതിയാണ്. ഇന്ന് കോടതി പോവാൻ പോകുന്നത് മഹതിയാ. ആയിക്കോട്ടെ, ഈ കാര്യമെല്ലാം നീ വക്കീലിനോട് പറഞ്ഞായിരുന്നോ? ഇല്ല, ഇതൊന്നും ആർക്കും അറിയില്ല. മഹതിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ സമ്മതിച്ച ഒരേ ഒരു ലോയറാണ് അദ്ദേഹം. അദ്ദേഹവും മഹതിക്ക് വേണ്ടിയായിരിക്കും ഫൈറ്റ് ചെയ്യുന്നത്. സാർ എത്തി മാഡം, വരാൻ പറഞ്ഞു. നീ ഒന്നോർത്ത് വിഷമിക്കണ്ട. ആ മായ ഒരു പക്ഷെ മർഡർ കേസ് കൊടുത്തിരുന്നെങ്കിൽ ജയിക്കായിരുന്നു. ആ CCTV ഫുട്ടേജ് കാണിച്ച് മാരിറ്റൽ റേപ്പ് കേസാണ് കൊടുത്തിരിക്കുന്നത്. മാരിറ്റൽ റേപ്പ് കേസ് ഒന്നും ഇതുവരെ ലീഗലൈസ് ആയിട്ടില്ല. പേടിക്കണ്ട, കേസ് മുഴുവനും ഇങ്ങനെ നമ്മുടെ സൈഡിലേക്ക് തിരിക്കും. നമുക്കെതിരെ കരുനീക്കുന്നവൻ എത്ര വലിയ കേമനാണെങ്കിലും ഈ കേസ് ഇനി വേണ്ടെന്ന് വെച്ച് കോടതിയിൽ നിന്ന് ഓടിപ്പോകും. അവൻ എന്നെ കുറിച്ച് ശരിക്കറിയാതെയാണ് വാദിക്കാൻ എത്തുന്നത്. അവന്റെ ഓരോ ചോദ്യങ്ങൾക്കും ഞാൻ 2 ഉത്തരം കൊടുത്തവനെ പൂട്ടുന്നത് കണ്ടു. അവൻ വലിയ പുലിയാണെന്ന മായ വിചാരിച്ചേക്കുന്നത്. ഇനി ജീവിതത്തിൽ ഒരിക്കലും അവളുടെ മുഖത്ത് ഒരു ചിരിയും ഉണ്ടാവില്ല. ഇത്രയും കാലം ഞാൻ ആർക്കൊക്കെയോ വേണ്ടി വാദിച്ചിട്ടുണ്ട്. ഇപ്പോ എന്റെ സുഹൃത്തിന്റെ മകന് വേണ്ടി വാദിക്കുന്നു. അവളുടെ പിന്നിലെ മേലെ മേധവനാണെങ്കിലും അടിച്ചമർത്തിയിരിക്കും. ഒരുപാട് കാലമായിട്ട് അദ്ദേഹം എന്നെ ടോർച്ചർ ചെയ്യാണ് സാർ. അതുകൊണ്ടാണ് അദ്ദേഹം ബാംഗ്ലൂർ പോയ സമയത്ത് CCTV ക്യാമറ സെറ്റ് ചെയ്തത്. വീട്ടിൽ വന്ന ഉടനെ അയാളുടെ മോഹം തീർക്കാൻ എന്നെ ഫോഴ്സ് ചെയ്തു. ഇപ്പൊ വേണ്ട, എനിക്ക് പീരിയഡ്സ് ആണെന്ന് ഞാൻ പറഞ്ഞതാ. അപ്പോഴും സാരമില്ലാന്ന് പറഞ്ഞ് എന്നെ ഫോഴ്സ് ചെയ്തു. പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന ഫ്ലവർ വാസ് എടുത്ത് എന്റെ തലയിലടിച്ചു, കഴുത്ത് നെരിച്ചു, ഡൈനിങ് ടേബിളിലേക്ക് തള്ളിയിട്ടു. എപ്പോഴും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. എന്നെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി കയ്യിൽ കിട്ടിയ ചുറ്റുക കൊണ്ട് ഞാൻ അടിച്ചു. മതി മാഡം, യു മേ ലീവ് നൗ. കണ്ടില്ലേ യുവർ ഓണർ, സെക്ഷൽ പോവട്ടായ രാജ്കുമാർ അയാളുടെ പഠിപ്പും സംസ്കാരവും നമുക്ക് കാണിച്ചു തന്നു യുവർ ഓണർ. സ്വന്തം ഭാര്യയുടെ ആരോഗ്യസ്ഥിതി പോലും മനസ്സിലാക്കാതെ അവളെ കിടപ്പറയിലേക്ക് വലിച്ചിഴച്ചിരിക്കുന്നു. ഇത് ശരിക്കും നാണം കെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് യുവർ ഓണർ റേപ്പ്, അൺനാച്ചുറൽ സെക്സ്, അറ്റംപ്റ്റ് മർഡർ എന്നെല്ലാം ചേർത്ത് കഠിനമായ ശിക്ഷ നൽകണമെന്ന് കോടതിയോട് അഭ്യർത്ഥിച്ചത്. ഒബ്ജെക്ഷൻ. സംഗതി കഴിഞ്ഞോ സാറേ? ഇനി അതല്ലാതെ ഈ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എന്നൊക്കെ വല്ലതും പറയാനുണ്ടോ? ഓർഡർ ഓർഡർ ഓർഡർ. വിശ്വാസ് സാർ നന്നായിട്ട് മോണോലോഗ് പ്രിപ്പയർ ചെയ്തിട്ടാ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട് യുവർ ഓണർ. നല്ല രസകരമായ മോഡുലേഷൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ. Now coming to the point. ഇന്ന് ഒരു നല്ല പടം കണ്ടിട്ടാ വന്നത്. അതായത് മായ TVയില് മഹതി മാഡം തന്നെ ഡയറക്റ്റ് ചെയ്ത അടിപൊളി ഒരു ഡബിംഗ് പടം. ശ്രീ ലക്ഷ്മി ഗണപതി ഫിലിംസ് ഊമ ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് നല്ല അടിപൊളിയായിട്ട് ഡബിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി അവിടെ ഇരുന്നുകൊണ്ട് താനാരോ പാടി, ഇദ്ദേഹം ഇവിടെ ഇരുന്നുകൊണ്ട് തന്നാരോ പാടി. ഇതേതോ ഡോക്ടർ ഒരു തമാശ എഴുതിയപ്പോ മെഡിക്കൽ ഷോപ്പുകാരൻ മാത്രം ചിരിച്ചു അത്രേ. അതുപോലുണ്ട് ഈ തമാശ. ഗുഡ് ജോബ് മഹതി മാഡം. ഡബിങ്ങിൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. മൈ ബ്ലെസ്സിങ്സ് ആർ ഓൾവേസ് വിത്ത് യു.
ചെവിയിൽ കേട്ട കാര്യം വിശ്വസിക്കാതിരിക്കുമ്പോൾ കണ്ട കാര്യമെങ്കിലും വിശ്വസിക്കണ്ടേ യുവർ ഓണർ. ആ വീഡിയോ കണ്ടാൽ തന്നെ നടന്ന കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. മറ്റൊരു കാര്യം കൂടിയുണ്ട് യുവർ ഓണർ. വസിഷ്ഠ സാറിന്റെ ഉള്ളിൽ നല്ലൊരു കൊമേഡിയൻ ഉണ്ട്. സൗണ്ട് എഫക്ട്സ് ഒന്നും ഇല്ലാതെ തന്നെ എല്ലാവരെയും നന്നായിട്ട് ചിരിപ്പിക്കും. കൊള്ളാം. കോമഡിയിൽ നിങ്ങൾക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ട് സാർ. സൈലൻസ്. മിസ്റ്റർ വസിഷ്ഠൻ, I'm sorry, Your Honor. ഇതുവരെ നമ്മൾ കേട്ടത് വേറെ, അവിടെ നടന്ന കാര്യം മറ്റൊന്ന്. വീഡിയോ പ്ലീസ്. ബാംഗ്ലൂരിൽ നിന്ന് എത്തിയ എൻ്റെ ക്ലയന്റ് രാജ്കുമാർ പതിവ് പോലെ സ്വന്തം ഭാര്യയെ ആഗ്രഹിച്ച് തലോടാൻ തുടങ്ങി. അയാൾ ഒരു പാവം മനുഷ്യൻ. ഇത്രയധികം പ്ലാൻ ചെയ്തിട്ട് ഒരു CCTV ക്യാമറ അവിടെ ഫിക്സ് ചെയ്യുന്നുള്ള കാര്യം അയാൾക്ക് അറിയില്ലായിരുന്നു. സ്നേഹം കൊണ്ട് ഒരുപാട് അവളെ ചേർത്ത് പിടിച്ചു. ചുമ്മാ ദേഷ്യം കയറ്റാൻ അവൾ ഒഴിഞ്ഞു മാറുമെന്ന് വിചാരിച്ചു. വീണ്ടും മഹതി അതേപടി ഇയാളുടെ കുടുംബത്തെ പെരുവഴിയിലേക്ക് വലിച്ചടയ്ക്കുമെന്ന് അവൾ ഭീഷണിപ്പെടുത്തി. അവൾ ആ പറഞ്ഞത് എന്റെ ക്ലയന്റ് രാജ്കുമാറിന് തീരെ സഹിച്ചില്ല. ദേഷ്യം കൊണ്ട് ഫ്ലവർ വാസ് എടുത്ത് അടിച്ചു. സ്വയം നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് ഇവൾ എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോ ചുറ്റികെടുത്ത് ആഞ്ഞ അയാളുടെ തലയിൽ അടിച്ചിരിക്കുന്നു. അയാളുടെ ജോ ലൈൻ ഡാമേജ് ആകുന്ന പോലെ മുഖത്തും അറ്റാക്ക് ചെയ്തു. യുവർ ഓണർ, ഇപ്പൊ എന്റെ ക്ലയന്റ് രാജ്കുമാർ സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം കൈയക്ഷരത്തിൽ എന്താ സംഭവിച്ചതെന്ന് എഴുതിയ ലെറ്റർ ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് യുവർ ഓണർ. ഒബ്ജക്ഷൻ യുവർ ഓണർ. മഹതി ഡബ്ബിംഗ് ചെയ്തെന്ന് കുറച്ച് മുന്നേ അദ്ദേഹം കളിയാക്കിയല്ലോ. ഇപ്പൊ ഇദ്ദേഹം എന്തായി ചെയ്യുന്നത്? ശരിക്കും സത്യം ഇതൊന്നും അല്ല യുവർ ഓണർ. ഇന്നെങ്കിലും ഒന്ന് വിട്ടേക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് പോലും കൺട്രോൾ ഇല്ലാതെ രാജ്കുമാർ മഹതിയെ അറ്റാക്ക് ചെയ്യാണ് ഉണ്ടായത്. സ്വന്തം പാർട്ട്ണർ ഒന്ന് വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് പോലും സെക്ഷുവൽ ഡിസയർ കൺട്രോൾ ചെയ്യാതെ ഫോഴ്സ് ചെയ്യുന്നതിനെ റേപ്പ് എന്ന് തന്നെയാണ് പറയാറുള്ളത് സർ. ഒരു പക്ഷെ സ്വന്തം ഭാര്യ ആയിരുന്നാലും വേറൊരു പെണ്ണാണെങ്കിലും മോശപ്പെട്ട സ്ത്രീ ആയാൽ കൂടി അത് റേപ്പ് തന്നെയാണ് സർ. ഇത് ഞാൻ ചുമ്മാ ഉണ്ടാക്കി പറഞ്ഞതല്ല. സിനിമ ഡയലോഗ് എന്നോട് വേണ്ട. ഇത്രയൊക്കെ സംസാരിക്കുന്നതിന് പകരം ആ CCTV ഫുട്ടേജ് ശരിക്കൊന്ന് നോക്കിക്കേ. ഇതിലും നല്ലത് ചിന്താമണി കൊലക്കേസ് എന്ന് സിനിമ കോപ്പി ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു, വക്കീലിന്റെ സാമർഥ്യം കാണിക്കാൻ. അങ്ങനെ വിചാരിച്ചാൽ നോ മീൻസ് നോ എന്ന് പറഞ്ഞ പടം തന്നെ പെണ്ണെന്ന വാക്കിന് മറ്റൊരു അർത്ഥം കൂടെ ഉണ്ടെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഏതാ വിശ്വസിക്കണ്ടേ? റേപ്പ് എന്ന പദത്തിനെ എത്ര ഈസി ആയിട്ടാ നിങ്ങൾ വളച്ചൊടിച്ചേ. റേപ്പ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒരു കൾപ്രിറ്റ് വന്ന് വിക്ടിമിന്റെ പുറത്ത് അറ്റാക്ക് ചെയ്ത് മെന്റലായിട്ട് ഡാമേജ് ചെയ്ത് ഫിസിക്കലായിട്ട് അബ്യൂസ് ചെയ്ത് അവന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിട്ട് പോകുന്ന ഒരു കൃത്യം. അങ്ങനെയുള്ള റേപ്പ് എന്നുള്ള ഒരു പദത്തെ ഒരു പവിത്രമായ റിലേഷൻഷിപ്പിൽ യൂസ് ചെയ്യാൻ എങ്ങനെ മനസ്സ് വരുന്നു യുവർ ഓണർ? ഒരു ഭാര്യയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ഒരു ഭർത്താവിന്റെ കർമ്മങ്ങൾ എന്തൊക്കെയാണോ അതുപോലെ തന്നെ ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുക എന്നത് ഒരു ഉത്തമ ഭാര്യയുടെ കടമയാണ്. ശരി സർ, നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണെന്ന് തന്നെ വെച്ചോ. രാവിലെ എഴുന്നേറ്റ് കോഫി ഉണ്ടാക്കുന്നത്, 3 നേരം ഭക്ഷണം വെക്കുന്നത്, വീട് വൃത്തിയാക്കുന്നത്, രാത്രി കിടപ്പറയിൽ സുഖം കൊടുക്കുന്നത്, ഇതെല്ലാം ഭാര്യയുടെ ബാധ്യത തന്നെയാ. പകരം ഭർത്താവ് ജോലിക്ക് പോകുന്നത്, സമ്പാദിക്കുന്നത്, കാശ് കൊടുക്കുന്നത്, സ്നേഹിക്കുന്നത്, ഇതെല്ലാം ഭാര്യയ്ക്ക് കൊടുക്കുന്ന ശമ്പളം അല്ലേ സർ? അങ്ങനെയല്ലേ? Yes, you're right. ഓക്കെ, അതാണ് റൈറ്റ് എങ്കിൽ, അത് തന്നെയാണ് റൈറ്റ് എങ്കിൽ അവൾ ചെയ്യുന്ന ജോലി വീണ്ടും വീണ്ടും ചെയ്യണമെന്ന് വിചാരിച്ച് സ്വന്തം വീടൊരു ഓഫീസ് പോലെ കരുതി അതിനകത്ത് വേണ്ട വേണ്ടെന്ന് കെഞ്ചിയിട്ട് പോലും ഇതുപോലുള്ള ആൾക്കാരാണ്, ഇങ്ങനെയുള്ള ആൾക്കാരാ ഓഫീസിൽ ബോസ് ആവുന്നതും ഇത്തരം സിറ്റുവേഷനിൽ സെക്ഷുവൽ ഹാരാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് എന്ന് വിളിച്ച് കൂവുന്നതും തെറ്റ് തന്നെയാണ്. ശരിക്കും തെറ്റ് തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ സമതല തെറ്റിയെന്നാ എനിക്ക് തോന്നുന്നത്. പുള്ളിക്കാരൻ എന്താ പറയണെന്ന് പുള്ളിക്കാരന് തന്നെ യാതൊരു പിടിയില്ല. ഏതോ ഒരു കാരണത്താൽ എന്റെ ക്ലയന്റ് രാജ്കുമാറിനെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള പിടിവാശി കാണിക്കുക എന്നുള്ളതല്ലാതെ എനിക്കിതിൽ യാതൊരു ക്ലാരിറ്റിയും തോന്നുന്നില്ല. ഒബ്ജക്ഷൻ. അവിടെ ഇരിക്കൂ. ഒബ്ജക്ഷൻ ഓവർ റൂൾ. മിസ്റ്റർ വസിഷ്ഠൻ, യു കണ്ടിന്യൂ. താങ്ക് യു യുവർ ഓണർ.